നമുക്കൊപ്പം UBC കൈനകരിയുടെ ക്യാപ്റ്റൻ പത്മകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. പത്മകുമാർ, വെരി ഗുഡ് മോർണിംഗ്. സന്തോഷമുള്ളൊരു വാർത്ത ആദ്യമേ തന്നെ പറയാം. ടൂറിസം വകുപ്പ് മന്ത്രി സർക്കാർ തരുന്ന 1 കോടി രൂപ മുൻകൂറായി നൽകാൻ തീരുമാനിച്ച വിവരം സന്തോഷം അറിയിക്കുന്നു. ഇനി തീയതി നിങ്ങൾ കുറിച്ചാൽ മതി, സർക്കാർ അനുകൂലമാണ്. ടൂറിസം വകുപ്പ് ആ 1 കോടി രൂപ മുൻകൂറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ടൂറിസം വകുപ്പ് തരാനുള്ളത് തരും. വളരെ സ്വാഗതാർഹമാണ്, ആശ്വാസം പകരുന്ന വാർത്തയാണ്, അങ്ങേറ്റം സന്തോഷം തരുന്ന വാർത്തയാണ്. രാവിലെ റിപ്പോർട്ടർ ചാനലിൽ കണ്ടു. എല്ലാവർക്കും ഒരു ചെറിയ ആശ്വാസമായി. ഇനി ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിലുള്ള അനിശ്ചിതത്വം കൂടി മാറിക്കഴിഞ്ഞാൽ ജലോത്സവ ലോകം ഉണരും. ഇവിടുത്തെ കായിക പ്രേമികൾക്ക് വലിയ ആശ്വാസം കിട്ടും. ഇവിടുത്തെ ടൂറിസം പോലുള്ള മേഖലകൾ ഉണരും. എല്ലാ തരത്തിലും ഒരു ഉണർവ് ഈ 5 ജില്ലകളിൽ, ഏതാണ്ട് എറണാകുളം മുതൽ ഇങ്ങോട്ട് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു പത്മകുമാർ. എന്തായാലും അതെങ്കിലും നമുക്ക് ഈ തീയതി നിശ്ചയിക്കുന്നതെങ്കിൽ നമുക്ക് സർക്കാരിന് വിട്ടുകൊടുക്കാം. നമ്മളെന്തായാലും മിനിസ്റ്റർ പറഞ്ഞ ആ ഒരു കാര്യം വളരെ ആശ്വാസകരമായിട്ടാണ് UBC കൈനകരിയും ഒപ്പം ഈ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ബോട്ട് ക്ലബ്ബുകളും എല്ലാവരും കാണുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വലിയ ആശങ്കയിലായിരുന്നു. മിനിസ്റ്ററുടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ആശങ്ക മാറി. ഇനി തീയതി കുറിച്ചാൽ മതി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കും. ആ തീയതി കുറിക്കാൻ പോകുന്നു. ആ തീയതി ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇതിനെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന മന്ത്രിമാരാണ് കുട്ടനാട്ടിലുള്ളത്. സജി ചെറിയ മിനിസ്റ്റർ ആണെങ്കിലും, P. പ്രസാദ് മിനിസ്റ്റർ ആണെങ്കിലും, അവിടെയുള്ള MLA-മാരാണെങ്കിലും, കളക്ടറാണെങ്കിലും നെഹ്റു ട്രോഫി വള്ളംകളി വേണം എന്ന നിലപാടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. ഇനി സജി ചെറിയാൻ മിനിസ്റ്ററും ഒപ്പം P. പ്രസാദും അക്കാര്യത്തിൽ അന്തിമമായിട്ട് തീയതി നിശ്ചയിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. നമ്മൾ അവരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടനാട്ടുകാർക്കും സന്തോഷമായല്ലോ. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക്